നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഒരു റിക്വസ്റ്റ് ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുന്നവർ വീണ്ടും ലൈക്ക് അടിച്ചുകൊണ്ടിരിക്കുക, കമൻറ്റ് ചെയ്യുന്നവർ എന്തായാലും തെറിയായാലും നല്ലതായാലും അഭിനന്ദിക്കുന്നതായാലും അതും ഇട്ടുകൊണ്ടിരിക്കുക. അതെനിക്ക് വളരെ വളരെ വിലപ്പെട്ടതാണ്, വളരെ സന്തോഷമാണ്. അതുകൊണ്ട് മാന്യ പ്രേക്ഷകർക്ക് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നലത്തെ സംഭവങ്ങൾ പറയാം. ഒരു കാരണവശാലും ഞാനിവിടെ നിന്ന് പോവില്ല എന്ന് അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരാളാണ് സിജോ ഇന്നലെ ഔട്ടായത്. അദ്ദേഹം വന്നിട്ട് ഔട്ടായപ്പോൾ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഞാനിവിടെ നിന്നു കളിച്ചു, അതുപോലെ തന്നെ എനിക്ക് എന്താണ് എൻ്റെ കുഴപ്പം, എന്താണ് എനിക്കുണ്ടായ പാഴകൾ, എന്തൊക്കെ തെറ്റുകളാണ് ഞാൻ ചെയ്തത്, അത് ഞാൻ പുറത്ത് പോയി പരിശോധിക്കുന്നു. അതിപ്പോൾ LDF പറയണ പോലെയായി. എല്ലാം UDF തൂത്തുവാരിയപ്പോൾ വോട്ടുകളൊക്കെ എവിടെയാണെന്നാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, എവിടെയൊക്കെയാണ് ഞങ്ങളുടെ അപാകതകൾ പറ്റിയത്, എന്തൊക്കെയാണ് ഞങ്ങളുടെ ഭരണത്തിൻ്റെ തകർച്ചകൾ, LDFിൽ നിന്ന് എല്ലാ വിഭാഗം ജനങ്ങളും പിരിഞ്ഞു പോകാനായിട്ടുള്ള കാരണം എന്താണ്, അതെല്ലാം ഞങ്ങൾ പരിശോധിച്ച് അത് പരിശോധിച്ച് കഴിഞ്ഞിട്ട് അതിനെ ഞങ്ങൾ പേച്ചപ്പ് ചെയ്ത് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ പോലെ സിജോ ഇന്നലെ പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് തമാശ തോന്നി. ഇനി ഇയാൾ ഇതൊക്കെ പോയി പരിശോധിച്ച് ഇയാളുടെ പാകപ്പഴകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ഇയാൾക്ക് ഇനി ബിഗ് ബോസിൽ തിരിച്ചു വരാനാ. ഇനി ഇയാൾ ആയുസിൽ ബിഗ് ബോസിൽ കയറ്റുമോ? ഇയാളിനി മത്സരാർത്ഥിയായിട്ട് ബിഗ് ബോസിൽ വരില്ല. അപ്പം അങ്ങനെ ഒരു ഉടായ്പും പറഞ്ഞ് അത് കഴിഞ്ഞ് ലാലേട്ടൻ്റെ തള്ളൽ വേറെ. സിജോ, നീ ഇവിടുന്ന് പോകുന്നതിൽ വിഷമം തോന്നരുത്. നീ ഞങ്ങളുടെ മുത്താണ്. നീയുള്ള കാരണം ഞങ്ങൾ കഞ്ഞി കുടിച്ച് ജീവിച്ചു. കുറെ TRP കിട്ടി, ലക്ഷങ്ങളും കോടികളും പരസ്യക്കാരെ എന്ന് ഞങ്ങൾ കൈ പിടിച്ച് പിരിച്ച് മേടിച്ചു. നിനക്ക് ഇടി കിട്ടിയ കാരണം ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി. ഇങ്ങനെ ഓരോ ഇടിയും ഓരോ സീസണിൽ ഉണ്ടായ TRPയിൽ ഭയങ്കര കുതിച്ചുചാട്ടം ഉണ്ടാവും, സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ബഹളമായിരിക്കും. അപ്പോൾ ബിഗ് ബോസ് ഒരിക്കലും കാണാത്തവർ പോലും കാണും. അതുകൊണ്ട് ഞങ്ങളുടെ വിന്നറ് സിജോ ആണ്. അതുകൊണ്ട് നീ ഒട്ടും വിഷമിക്കണ്ട. നാണല്ലേടാ നിനക്ക്. മോഹൻലാലിനെ ബിഗ് ബോസ് ഒരുപാട് സഹായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഏഷ്യാനെറ്റും സഹായിക്കുന്നുണ്ട്. മോഹൻലാലിൻ്റെ ബിസിനസ്സിൻ്റെ സാമ്രാജ്യം, ഈ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത് തന്നെ മോഹൻലാൽ ഈ ഏഷ്യാനെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും നാറിയ, ഇത്രയും ചെറ്റ ഒരു വേശ്യാപ്പണീനെ അവിടെ എല്ലാ ബിഗ് ബോസിൻ്റെക്ക് തിരഞ്ഞെടുക്കുമ്പോൾ നടക്കുന്നത് അവിടെ ഒരു വേശ്യാപ്പണിയാണ്, അതൊരു വേശ്യാലയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു മത്സരാർത്ഥി ഇവിടെ വന്നിട്ട് ആ ഇതിൽ ഉള്ളിൽ വന്നു നിന്നിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് നാണണ്ട മോഹൻലാലിൻ്റെ ഈ മുഖത്ത് മോഹൻലാൽ എന്നെ കരിവാരി തേക്കല്ലേ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിന് ഏഷ്യാനെറ്റിലാണ് ജീവിക്കാൻ പറ്റില്ല. മോഹൻലാൽ ഏത് കൂതറ പടം മോഹൻലാലിനെ അനൗൺസ് ചെയ്താലും അത് വാങ്ങിക്കുന്നത് ഏഷ്യാനെറ്റാണ്, അതുപോലെ തന്നെ OTTയിൽ വെക്കുന്നത് ഏഷ്യാനെറ്റാണ്. അതിന് മാന്യമായ പൈസ കിട്ടുകയും ചെയ്യും. മോഹൻലാൽ ഒരു പടം പെരുമ്പാവൂർ പ്രൊഡ്യൂസറായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി, ആ ചിന്തിച്ചൊന്ന് ഫോൺ ചെയ്താൽ മതി, എത്ര ലക്ഷം വേണ്ട, എത്ര കോടിയാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഏഷ്യാനെറ്റ് വരും. ആ കോടി ഷൂട്ടിങ്ങിന് ഉപയോഗിക്കാമല്ലോ, പലിശ കൊടുക്കാണ്ട് കിട്ടുന്ന പൈസയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു ഭയങ്കര ബിസിനസ്സാണ് ഈ ബിഗ് ബോസിൽ വന്നു നിന്ന് ഈ മോഹൻലാൽ ചെയ്യുന്നത്. അപ്പം മോഹൻലാൽ എന്ത് തെണ്ടിത്തരം പറഞ്ഞാലും, നമുക്ക് ഇഷ്ടപ്പെട്ട നടനായാലും എന്ത് തെണ്ടിത്തരം പറഞ്ഞാലും, എന്ത് ഊളത്തരം പറഞ്ഞാലും, എന്ത് ചെറ്റത്തരം പറഞ്ഞാലും നമ്മൾ മലയാളികൾ അത് വിഴുങ്ങുക, അല്ലാണ്ട് വേറൊരു വഴിയുമില്ല. അത് മൂപ്പരെ ബിസിനസ് സാമ്രാജ്യം വളർത്താൻ വേണ്ടിയുള്ള തട്ടിപ്പ്. അതുപോലെ ഒരു തട്ടിപ്പാണ് ഇന്നലെ പറഞ്ഞത്. സിജോ, നീയാണ്ട ഞങ്ങളുടെ വിന്നറ്. ചില സാങ്കേതിക കാരണങ്ങളല്ലോ ഈ പ്രേക്ഷകർ നിന്നെ കൈയൊഴിഞ്ഞു, അതുകൊണ്ട് നിന്നെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കുന്നു. അതിൽ നീ ക്ഷമിക്കുക, നിനക്ക് കപ്പില്ല എന്നുള്ളോ എന്നും ഞങ്ങളുടെ മനസ്സിൽ സിജോ ഉണ്ടായിരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിജോ വന്നപ്പോൾ തീയായിട്ടാണല്ലോ വന്നത്, അതിനേക്കാളും തീയായിട്ടാണല്ലോ രണ്ടാമത്തെ പ്രാവശ്യം വന്നത്. അപ്പോൾ ഒരു മിന്നാമിനിങ്ങിൻ്റെ ഊരയിലുള്ള വെളിച്ചം പോലും അവൻ്റെ കയ്യിലില്ല. അവൻ ലോകം നാറിയ. അവനെ ഈ ബിഗ് ബോസ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇടി മേടിക്കാനായിട്ട് ഈ ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ വരേണ്ട കാര്യമുണ്ടോ? നാട്ടിലെ ഇന്ന് ആരെങ്കിലും ഇന്ന് ഒരു ഇടി മേടിച്ചാൽ പോരെ. അവൻ 10 പറ ചാക്ക് തലയിലിട്ട് വേണം ഇനി ആൾക്കാരെ മുഖത്ത് നോക്കാനായിട്ട്. ഇടി കിട്ടി സകല തൊള്ളയിലെ എല്ലാ പാഴ്സുകളും പോയി.
എന്തിനെ ഇത്രയും വലിയ നാണക്കേട് വേറെ ഏത് ഈ ജാസ്മിൻ അല്ലാണ്ട് വേറെ ഏത് മത്സരാർത്ഥി ഉണ്ടായിട്ടുള്ളത്? ഇവനൊക്കെ ആ ഇടി കിട്ടിയതിന് ശേഷം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റാൻ പാടില്ല. ഇടി മേടിച്ചത് ഇവനും കുറെ തെമ്മാടിത്തരം കാരണമാണ് ഇവന് ഇടി മേടിച്ചത്. അപ്പൊ ഇപ്പോഴും ഞാൻ ആ ഇടിച്ച റോക്കിയുടെ ഭാഗത്താണ്. ഞാൻ റോക്കിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഷെയ്ക്കൻഡ് കൊടുക്കും. അപ്പോൾ ഈ LDF പറഞ്ഞ പോലെ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ വീഴ്ചകളും പരാജയങ്ങളും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ സിജോ നാട്ടിലൊക്കെ കയറി നടക്കട്ടെ, മത്സരാർത്ഥികളുടെ അടുത്ത് കയറി നടക്കട്ടെ. നിന്റെ ഏറ്റവും വലിയ പരാജയം എന്താണെന്ന് ഞാൻ പറയാടാ തെണ്ടി. നിന്നെ അതിനുള്ളിൽ നീ രണ്ടാമത് വന്നപ്പോൾ ഒരിക്കലും നീ തീപ്പന്തമായി വരാണ് എന്ന് പറയരുത്. അതേപോലെ തന്നെ നീ അവിടെ ഉണ്ടാക്കിയ കൂട്ടുകൃഷി, നീ അവിടെ നമ്മുടെ സായിനിയും ഈ നന്ദനേനും നീ എന്ന് കണ്ടോ അന്ന് മുതൽ നിന്നെ പ്രേക്ഷകർ വെറുത്തു. അതുപോലെ തന്നെ നന്ദനിക്ക് ഉമ്മ കൊടുക്കണം, കവളത്ത് ഉമ്മ കൊടുക്കണത്, എന്തൊക്കെ നാടകങ്ങളെ ഞങ്ങൾ കണ്ടത്. അതോടുകൂടിയാണ് നീ വെറുത്തത്. നീ വലിയ അന്വേഷിച്ച് വലിയ രാജ്യത്തേക്കൊന്നും പോകണ്ട, എത്രയും പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. മോഹൻലാൽ ഒരു പ്രത്യേക മമത, അവനെ പറഞ്ഞയക്കാനൊരു വിഷമം, വീണ്ടും വീണ്ടും കെട്ടിപ്പിടിക്കുക മോഹൻലാൽ. സോപ്പിടുക, കേസ് എന്തായാലും ഒഴിവാക്കി കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു കള്ള സായി ഉണ്ട്, ഒരു ഉടായ്പ് സായി, ഒരു കുരങ്ങമ്പോന്തം വെച്ചുള്ള ഒരുത്തൻ. അവൻ ചെന്ന് പുറത്തുള്ള ചാനലിൽ മുഴുവൻ ഇൻ്റർവ്യൂ കൊടുക്കണ എന്താണ് കൊടുക്കുന്നത്? അവിടെ സിജോയാണ് കപ്പടിക്കുക. അതിനുവേണ്ടി ഞാൻ എൻ്റെ 100% എഫർട്ട് ഇടും. അതുപോലെ തന്നെ നന്ദനി ഇടും. അത് പറഞ്ഞ് വായിലെ നാക്ക് ഉള്ളിലേക്ക് ഇട്ടുള്ളൂ. അപ്പോഴേക്കും സിജോ അവിടെ നിന്ന് ഔട്ടായി. പിന്നെ അവൻ പറഞ്ഞത് അർജുൻ കപ്പടിക്കുന്നു. ഇപ്പോൾ അതേ ഈ ആഴ്ചയിൽ അവനും പോവും. അപ്പോൾ ഈ നമ്മുടെ ഡിക്റ്റേറ്റീവിൻ്റെ വായിൽ നാക്കിന് വല്ല ഗുണമുണ്ടാ? അവനാണ് ഇതിൻ്റെ ഒക്കെ ആൾക്കാർ. ഇവൻ ഡബിൾ ഏജൻറ്റാ. കാരണം എന്താ വെച്ചാൽ ഏഷ്യാനെറ്റിൻ്റെ ഒരു വൈൽഡ് കാർഡായിട്ട് കയറിയെങ്കിലും ഇവൻ ഏഷ്യാനെറ്റിൻ്റെ ഡബിൾ ഏജൻറ്റാ. ഏഷ്യാനെറ്റിന് 20 ലക്ഷം രൂപ പെട്ടിയിൽ പോകാണ്ടിരിക്കാൻ വേണ്ടി ഇവ 5 ലക്ഷം രൂപ എടുത്ത് പോന്നു. അപ്പോൾ ഏഷ്യാനെറ്റിന് 15 ലക്ഷം രൂപ ലാഭം. അതിൻ്റെ ഉള്ളിൽ ജിൻഡോന് വേണ്ടി എതിരായിട്ട് കളിക്കാനായിട്ട് അവൻ മുന്നിട്ട് നിന്നു. ജിൻഡോനെ തറ പറ്റിക്കാനായിട്ടും ജിൻഡോനെ എന്തെല്ലാം ഉളുക്കി കൂടെ ജിൻഡോനെ പുറത്താക്കാനുള്ള പരിപാടികളും കുറേ നോക്കി. അതും ഡബിൾ ഏജൻ്റായിട്ട് ഏഷ്യാനെറ്റിൻ്റെ ആളായി വന്ന കാരണം അതും ചെയ്തു. അപ്പോൾ ഇവൻ്റെ പരിപാടി എന്താണ്? ആദ്യം കയറുമ്പോൾ തന്നെ ഈ ബിഗ് ബോസ് തന്നെ പറഞ്ഞു, നീ നേരെ ചെന്ന് ജാസ്മിനോട് ഉള്ള വിവരം പറയും, ജാസ്മിനോട് നേരെ ചുവ കളിക്കാൻ പറയും. ഞങ്ങൾ പറഞ്ഞാൽ ജാസ്മിൻ വിശ്വസിക്കില്ല. നീ പുറത്തുനിന്ന് വരുന്ന ആളായ കാരണം നീ പറഞ്ഞാൽ ജാസ്മിൻ വിശ്വസിക്കും. അപ്പോൾ ജാസ്മിൻ ടാസ്കിലേക്ക് തിരിച്ചു വരും. നമുക്ക് ജാസ്മിന് കപ്പ് കൊടുക്കേണ്ടതാ. ജാസ്മിൻ വെറുതെ ഈ ഗബ്രീനി കെട്ടിപ്പിടിച്ച് വാഴത്തോപ്പിലിരുന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. അവളെ ഇറങ്ങി കളിക്കട്ടെ. പ്രേക്ഷകർ മുഴുവൻ അവൾക്ക് എതിരാണ്. അവളെ വാപ്പയ്ക്ക് അറ്റാക്കാന്ന് പറഞ്ഞൊരു വാപ്പ ഒരുപാട് സത്യങ്ങൾ അവിടെ എടുത്ത് വിളിച്ചു പറഞ്ഞത്. അതുപോലെ അവൾ കേൾക്കാണ്ട് ഗബ്രിയെ വേണം, ഗബ്രിയെ വേണം, എനിക്ക് ദിവസം കെട്ടിപ്പിടിക്കാൻ ആൾ വേണം, ഇതിനുള്ളിൽ നിൽക്കണമെങ്കിൽ 4 ആൾ ഗബ്രി ഇല്ലാണ്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കല്ലേ. സായി പറഞ്ഞാൽ സായി ഒരുപാട് അവരായിട്ട് കുടുംബമായിട്ടും അവളായിട്ടും ഒരുപാട് ഫ്രണ്ട്ഷിപ്പുള്ളതാണ്. അപ്പോൾ സായി പറഞ്ഞാൽ വിശ്വസിക്കും എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ. അപ്പോൾ സായി പറയുമ്പോൾ ഞങ്ങളൊന്ന് വാണിംഗ് ചെയ്യും. അതുകൊണ്ടൊരു ചുക്കും നീ വിചാരിക്കേണ്ട, നിനക്കൊരു തേങ്ങ സംഭവിക്കില്ല. അതൊക്കെ നിന്റെ കരിഗ്രാഫ് ഉയർത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നീ പേടിക്കും വേണ്ട. അപ്പോൾ അതുകൊണ്ട് നീ ചെന്ന വഴിക്ക് നീ ഭക്ഷണ കാര്യങ്ങൾ അവിടെ വേറെ ആരും പരിചയപ്പെടാനൊന്നും നിൽക്കട്ടെ. നേരിട്ട് ചെന്നുള്ള വിവരങ്ങൾ, പുറത്തുള്ള കാര്യങ്ങൾ നീ ധരിപ്പിക്കൂ മോനെ. അതാണ് നിനക്കുള്ള ഡ്യൂട്ടി. നീ ഏഷ്യാനെറ്റിൻ്റെ പ്രൊഡക്റ്റാണ്. നിനക്ക് ബിഗ് ബോസിൻ്റെ എല്ലാവിധ പിന്തുണയും സാമ്പത്തിക സഹായങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് അവളോട് വിവരം പറയും. അവൾ കളിക്ക് തിരിച്ചു വരട്ടെ. അല്ലെങ്കിൽ അവിടെ കപ്പ് വേറെ വല്ലവർക്കും കൊണ്ടുകൊടുക്കേണ്ടി വരും. നമ്മുടെ വാക്ക് പാലിക്കാൻ പറ്റാണ്ടാവും. അതുകൊണ്ട് നീ എൻ്റെ ഡബിൾ ഏജൻ്റാണ് എന്ന് വിചാരിച്ച് അവൻ ഈ ബിഗ് ബോസിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് അവ അതിൻ്റെ ഉള്ളിൽ വന്ന് കളിച്ചത്. അത് നിങ്ങൾ അവൻ്റെ ഓരോ കളികളും നിങ്ങൾ ഇപ്പം മനസ്സിലിരുട്ടി പരിശോധിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ ഓരോന്ന് എടുത്തു പറയാൻ വെച്ചാൽ വീഡിയോ നീണ്ടുപോകും. അതുകൊണ്ടാണ് ഈ കള്ളൻ, ഈ ചെറ്റ, ഈ നാറിനെ നമ്മൾ എത്രയും പെട്ടെന്ന് പുറത്താക്കിയ പ്രേക്ഷകർക്ക് ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ സായിനെ പുറത്താക്കിയ പോലെ തന്നെ നമ്മുടെ സിജോനെയും പുറത്താക്കിയ പ്രേക്ഷകർക്ക് ഞാൻ ഒരുപാട് സന്തോഷം ഈ സമയത്ത് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ അറിയിക്കുന്നു. അത്രയല്ലേ നമുക്ക് പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾ അടിപൊളിയാണ് കേട്ടാ. അപ്പോൾ ഇനി അടുത്തൊരു വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്നലെ കിടിലൻ ഫിറോസ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചാനലിൽ. അതിൽ ഒരു ചെറിയൊരു കണ്ടന്റ് മാത്രമേ ഞാൻ പറയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിടിലൻ ഫിറോസ് അവിടെ കളിക്കുന്ന സമയത്ത് വളരെ നെഗറ്റീവായി, വളരെയധികം ഡൗണായി, ഔട്ടാവും എന്നുള്ള നിലയിൽ ഒരു കളി നടക്കുന്നത്. അപ്പോൾ
നമ്മളൊക്കെ അവിടെ ചെല്ലുമ്പോൾ ആ മത്സരാർത്ഥികളെ ഫോണൊക്കെ മേടിച്ച് വയ്ക്കുന്നത് ബിഗ് ബോസാണ്. അപ്പോൾ ആ ഫോണിലേക്ക് നമ്മുടെ വീട്ടുകാർ വിളിക്കും, ഭാര്യ വിളിക്കും, പെങ്ങന്മാർ വിളിക്കും, കാര്യങ്ങൾ വിളിക്കും, അവരിങ്ങോട്ടും വിളിക്കും. നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഉടനടി ബന്ധപ്പെടാനുള്ള ആകെ ഒരു ആയുധം ഈ മൊബൈൽ ഫോണാണ്. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ അവിടുത്തെ വേണ്ടപ്പെട്ട ഒരാൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മുടെ കിടിലം ഫിറോസിൻ്റെ ആരാന്ന് മൂപ്പര് പറയുന്നില്ല, എന്നിരുന്നാലും വിളിച്ചപ്പോൾ ഒരു സ്ത്രീനെ കിട്ടി എന്ന് മാത്രം നമുക്ക് പറയാം. ആ സ്ത്രീനെ കിട്ടിയപ്പോൾ ഇവർ തമ്മിൽ ചാറ്റ് ചെയ്തിട്ട് ഇയാളുടെ ചാറ്റിങ് വളരെ മോശമായുള്ള ചാറ്റിങ്ങാണ്. എന്നിട്ട് ഇയാൾ സംസാരിച്ചത് എന്താണ്, ആ ചാറ്റിങ്ങിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ആളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ സംസാരിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതെ നിങ്ങളുടെ ആള് ഇവിടെ വളരെയധികം വീക്കാണ്, നിങ്ങളുടെ ആൾക്ക് ഞാൻ വിചാരിച്ച കപ്പ് വരെ കൊടുക്കാം, ഈ നെഗറ്റീവ് നിന്നെല്ലാം പോസിറ്റീവാക്കി മാറ്റാം, അതിന് നമ്മുടെ കയ്യിൽ തിരക്കഥയുണ്ട്, പക്ഷെ അതിനു വേണ്ടി നിങ്ങൾ കുറച്ചൊന്ന് സഹകരിക്കണം, നമുക്കൊന്ന് ശാരീരികമായിട്ടൊന്ന് ബന്ധപ്പെടണം, അതിന് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ വരണം, അവിടെ റൂമും കാര്യങ്ങളും സെറ്റപ്പൊക്കെ അവിടെ ഉണ്ട്, നിങ്ങളൊന്ന് സഹകരിച്ചാൽ നിങ്ങളുടെ ഈ വ്യക്തി ഇവിടുന്ന് കപ്പും കൊണ്ട് പുറത്തു പോവുള്ളൂ, അതുപോലെ തന്നെ ഇപ്പം നെഗറ്റീവായി കിടക്കുന്ന ആളെ ഞങ്ങൾ പോസിറ്റീവാക്കും, നിങ്ങൾ ഞെട്ടിപ്പോകുന്ന രീതിയിലാക്കി തരാം എന്ന് പറഞ്ഞ് ചാറ്റിങ് നടത്തി. പക്ഷെ ആ അപ്പുറത്ത് നടത്തിയ ആൾ അതിൽ പെട്ടൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഈ ആളായിട്ട് ഈ സ്ക്രീൻഷോട്ടൊക്കെ വെച്ചപ്പോൾ ഇയാളായിട്ട് വില പേശി ഇയാളായിട്ട് സംസാരിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ എന്താ വെച്ചാൽ ബിഗ് ബോസിലെ ചാറ്റ് ചെയ്ത വ്യക്തി പറഞ്ഞത്, ചതിക്കരുത്, എനിക്ക് വീടുണ്ട്, കുട്ടികളുണ്ട്, കുടുംബമുണ്ട്, അതുകൊണ്ട് ഈ ചാറ്റിങ്ങും കാര്യങ്ങളൊന്നും പുറത്ത് വിടരുത്, രക്ഷിക്കണം എന്ന് പറഞ്ഞ് കിടിലൻ ഫിറോസിൻ്റെ കാല് പിടിച്ചു. അപ്പോൾ അത് അവളോടുകൂടി വിട്ടു എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ മുഴുവൻ, ബിഗ് ബോസിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ മുഴുവൻ കോഴികളാണ്. അവർക്ക് സ്ത്രീകളായിട്ട് സുഖലോലിപാരായിട്ട് ജീവിക്കണം. ഈ ബിഗ് ബോസ് 100 ദിവസം കഴിഞ്ഞാലും അവർക്ക് പല സ്ഥലങ്ങളിൽ ഇവരെ കൊണ്ടുപോകാനും ഇവരെ കൊണ്ട് നടക്കാനൊക്കെ സൗകര്യം ഉണ്ടാവണം. അതിനുവേണ്ടി അതിൻ്റെ ഉള്ളിൽ എന്ത് വൃത്തികേട് നടക്കുന്നതല്ല ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ കിടിലം പറഞ്ഞത്. പിന്നെ ഒരു ഇന്നവരെ ബിഗ് ബോസ് മത്സരാർത്ഥികൾ ഇത്രയും നാൾ ഈ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുമ്പോൾ 10 ആളെങ്കിലും കാണാൻ ചെല്ലാറുണ്ട്, 10 യൂട്യൂബ് ചാനലാരെങ്കിലും ചെല്ലാറുണ്ട്. നോറ കോഴിക്കോട് വന്ന് ഇറങ്ങിയപ്പോൾ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ്. നോറയുടെ കാമുകൻ മാത്രം വന്നു, വേറെ ഒരാൾ പോലും നോറയുടെ എത്തിക്ക് ഒരു ഇൻ്റർവ്യൂവിനോ എന്തെങ്കിലും ചോദിക്കാനോ കാണാനോ വന്നില്ല. 90 ദിവസം നിന്ന് പുറത്തായ മത്സരാർത്ഥിയാണ്. നോറയ്ക്ക് അത് കണ്ടപ്പോൾ ഒരുപാട് വിഷമമായി, ആരും കാണാത്ത കാരണം. അങ്ങനെ നോറയും ഭർത്താവും കൂടി കടപ്പുറത്തൊക്കെ പോയി കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ആളുടെ വിഷമം അറിയിക്കാനായിട്ട്. നോറ ചെയ്തത് അന്തസ്സാണ്. കാരണം എന്താ വെച്ചാൽ പുറത്തൊരു കാമുകളുള്ള കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു കെട്ടുപാടോ ഒരാൾ കെട്ടിപ്പിടിക്കാനോ ഉമ്മ വയ്ക്കാനോ വാഴത്തുമ്പിൽ പോയിരിക്കാനോ ഒന്നും നോറ നിന്നില്ല. അപ്പോൾ അതുകൊണ്ട് നോറ ആരും മൈൻഡ് ചെയ്തില്ല. നമുക്ക് പുറത്ത് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, പുറത്തൊരു ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കി ആ കുട്ടി നീങ്ങി. അതുകൊണ്ട് നല്ലതാണ്. പിന്നെ ഇന്നലെ മോഹൻലാലിനെ ഞെട്ടിച്ച, ബിഗ് ബോസിനെ ഞെട്ടിച്ച നമ്മുടെ ജിൻഡോനെ കുറിച്ച് പറയാം. ജിൻഡോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുരാജാവായിട്ട് ജിൻഡോ കലകി. അതൊരു ഭയങ്കര ഒരു ബുദ്ധിപരമായുള്ള നീക്കണത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുരാജാവായിട്ട് ചെങ്കോലും കിരീടവും എന്തായാലും ആരെങ്കിലും തട്ടിപ്പറിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയമെങ്കിലും നമുക്ക് ഈ രാജാവായിട്ട് നമുക്ക് അവിടെ നിൽക്കണമെങ്കിൽ നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം. അതിനെന്താ വേണ്ടേ? ജിൻഡോ പറഞ്ഞൊരു വാക്കുണ്ട്, രാജാവിന് വയസ്സായി, രാജാവ് ഈ തണ്ടും ഈ കിരീടം പിന്മുറക്കാർക്ക് കൈമാറാം, പക്ഷേ ഈ പിന്മുറക്കാരിൽ ആരാണ് മിടുക്കൻ എന്നറിയാൻ വേണ്ടി ഞാനൊരു ടാസ്ക് വയ്ക്കുന്നു, 5 ടാസ്ക് വയ്ക്കും. ആ 5 ടാസ്കിൽ ജയിക്കുന്നവർക്ക് ഞാൻ എൻ്റെ ഈ ചെങ്കോലും കിരീടം കൊടുക്കും. അതിനു മുമ്പ് നിങ്ങൾ എന്നെ തട്ടിപ്പറിക്കരുത്. പിന്നെ രാജാവ് വയസ്സായിരിക്കണം, അപ്പോൾ കയ്യകലം നിന്ന് സംസാരിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ടാസ്ക് തുടങ്ങാം. അങ്ങനെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിൻഡോ ഇന്നലെ പറഞ്ഞാണ്, നമ്മുടെ ഈ ഓണത്തിനും അതുപോലെ തന്നെ ഫെസ്റ്റിവലിനൊക്കെ ഉണ്ടാവുന്ന കുറേ കളികളാണ്. നാരങ്ങ ഇല്ലാണ്ട് നാരങ്ങ വെച്ച് കളിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കളിക്കുക. അതിലൊക്കെ ജാസ്മിൻ വിജയിച്ചു. അപ്പോൾ അത്രയും സമയം മൂപ്പര് എൻ്റർടൈൻമെൻറ്റ്, ബിഗ് ബോസ് പോലും ചിന്തിക്കാത്ത എൻ്റർടൈൻമെൻറ്റ് ജനങ്ങൾക്ക് തന്നിട്ട് നാട്ടുരാജാവ് രാജാവായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് പോലും ഞെട്ടി, മോഹൻലാൽ പോലും ഞെട്ടി. ഹൈപ്പ് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല നമ്മുടെ ജിൻഡോയ്ക്ക്. അപ്പോൾ വേറൊരു വാക്കും കൂടി പറഞ്ഞു മൂപ്പര്, ഞാൻ ചെങ്കോലും കിരീടവും ജാസ്മിന് കൊടുത്തു. എന്ത് ചെയ്യാം, ജാസ്മിന് ബുദ്ധി ഇല്ലാണ്ടായിപ്പോയി, അതിന് എൻ്റെ കുറ്റമല്ല എന്ന് പറഞ്ഞു. ജാസ്മിന് ഒരു അക്ഷരം പറയാനുണ്ടായില്ല. അങ്ങനെയാണ് വായാടിയായ ജാസ്മിനെ വായ അടക്കണമെന്നത് അങ്ങനെയാണ്. അതുപോലെ അടക്കി ഒതുക്കി അങ്ങോട്ട് കൊടുത്തു. അതുപോലെ തന്നെ
ഈ ഇന്നലെ ഏറ്റവും അധികം എൻജോയ് ചെയ്തത് മോഹൻലാൽ മുട്ട പിടിക്കണ സീനാണ്. അപ്പോൾ വയറ്, കണ്ണ്, കാല്, മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട എടുക്കണം. ജാസ്മിൻ 2 പ്രാവശ്യം ചാൻസ് കൊടുത്തു. ഒരു പ്രാവശ്യം പെണ്ണും മുട്ട എടുക്കട്ടെ, മുട്ട പിടിക്കാനായിട്ട് നിങ്ങൾക്കൊരു അവസരം വീണ്ടും തരണം. അപ്പോൾ ആ മുട്ട നിങ്ങൾ നന്നായി പിടിക്കൂ. നിങ്ങൾക്ക് മുട്ട പിടിക്കുന്ന പോകുമ്പോൾ ആ ഒരു വിജയം എന്ന് പറഞ്ഞാൽ വലിയൊരു വിജയമാണ്. അത് മോഹൻലാലിന് ഒരുപാട് ചെറുക്കാനുള്ള സംഭവമാണ്. കാരണം വെച്ചാൽ മൂപ്പരൊരു കോഴിയാണ്. അതുകൊണ്ട് അപ്പോൾ കണ്ണ്, കൈ, കാല്, മുട്ട്, കാല്, മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ 2-3 പ്രാവശ്യം കൊമ്പിട്ടിട്ടും മുട്ട കിട്ടിയില്ല. അപ്പോൾ ജാസ്മിൻ്റെ കയ്യിൽ മുട്ട ഒതുങ്ങില്ല കേട്ടോ. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ നമ്മുടെ അർജുൻ വേറൊരു മുട്ടപ്പിടുത്തം നടത്തി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ പറഞ്ഞു 2 പെണ്ണുങ്ങൾ തമ്മിൽ മുട്ട പിടിക്കാൻ പോകണം. അപ്പോൾ ഒരു കാര്യം ചെയ്യും, 2 പെണ്ണുങ്ങൾ പിടിക്കുന്ന കാരണം ഞാൻ മുട്ടയുടെ കാര്യം പറയില്ല, അർജുൻ പറയൂ മുട്ടയുടെ കാര്യം പറയാം. അപ്പോൾ അർജുൻ വളരെ ബുദ്ധിപരമായിട്ടൊരു കാര്യം ചെയ്തു. കണ്ണ്, കൈ, കാല്, മുട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിച്ചു മുട്ടയാണ്. ജാസ്മിൻ ചാടി മുട്ട പിടിക്കുക, രക്ഷയില്ല, അത് മുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ വിട്ടു. വേഗം മുട്ട പിടിക്കാൻ നോക്കി, കിട്ടിയില്ല. ശ്രീകുരു മുട്ട കിട്ടി. അപ്പോൾ അത് നല്ല രസമായിരുന്നു. മുട്ട പിടിക്കൽ മോഹൻലാലിന് വലിയ സന്തോഷമാണ്. അപ്പോൾ അത് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഈ അർജുൻ്റെ കാര്യം ഞാൻ അതിൽ പരാമർശിച്ചതിൻ്റെ കാര്യം, ഇന്നലെ മോഹൻലാൽ ഒരുപാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹൈപ്പിൽ ഒരു പെണ്ണു കുഞ്ഞായിനെ, ഞാൻ അവനങ്ങനെ വിളിക്കുക അർജുനെ, പെണ്ണു കുഞ്ഞായി, തക്കത്തിൽ കളിക്കുന്നവൻ, ആൾക്കാരെ ഇടയിൽ ഒരു 4 ആൾക്കാരുടെ ഇടയിൽ സംസാരിക്കാൻ അറിയാത്തവൻ, ഒരു പെണ്ണായിട്ട് ഇന്നലെ സിജോ പോകുമ്പോൾ നിന്ന് കരയുന്നുണ്ട്. അവൻ്റെ ആരെങ്കിലും ചത്ത അവ ഇതുപോലെ കിടന്ന് കരയാനായിട്ട് അവ എന്ത് നാറിയ. ഒരു നാറി പോകുമ്പോൾ വേറെ നാറി കരയണത് അത് സ്വാഭാവികമാണ്. നമുക്ക് ക്ഷമിക്കല്ലാണ്ട് വേറെ രക്ഷയില്ല. അപ്പോൾ അറിയാം ഇവ ലോക നാറിയാന്നുള്ളത്. ഇവ സിജോനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഇവ സിജോനെ മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്നത്, ഇവനും ഇവൻ്റെ കൂട്ടാളിയുണ്ട്, ഫ്രണ്ട്സ് ശ്രീകു, ഇവർ 2 പേരും കൂടി ജാസ്മിനും കൂട്ടാ. ജാസ്മിൻ എന്ത് തെമ്മാടിത്തരം ചെയ്താലും കളിയിൽ തോൽക്കാൻ നിന്നാൽ ജയിക്കാനായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം ഇവർ 2 കൂതറകളാണ്. അപ്പോൾ അത് ജാസ്മിന് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അർജുൻ എന്ന് പറഞ്ഞ വ്യക്തിനെ ഇപ്പോൾ ബിഗ് ബോസ് ഇന്നലെ ഇപ്പോൾ മോഹൻലാൽ ഒരുപാട് പുകഴ്ത്താനുള്ള കാര്യം, നോറയുടെ കാര്യം ഗംഭീരമായി അഭിനയിച്ചു, ഇതാണ് അഭിനയം, ഇങ്ങനെയാണ് അഭിനയിക്കേണ്ടത് എന്ന് പറഞ്ഞ് മോഹൻലാലിൻ്റെ സിനിമയിലത്തെ ബിഗ് ബോസിൻ്റെ ശബ്ദം വന്നപ്പോൾ മോഹൻലാലിൻ്റെ സിനിമയിലത്തെ കുറേ കാര്യങ്ങളൊക്കെ സിനിമ എക്സ്പീരിയൻസൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ അഭിനയത്തിൻ്റെ കാര്യത്തിൽ അർജുനെ പോലെ ആരും നിലനിൽക്കുന്നില്ല. അതുപോലെ തന്നെ അർജുൻ അതിൻ്റെ ഉള്ളിലത്തെ ഭയങ്കര കണ്ടന്റ് മത്സരാർത്ഥിയാണെന്ന് ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ എല്ലാ പോളിങ്ങിലും അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോ വരുമ്പോഴും എല്ലാം ഈ അർജുൻ ഒരുപാട് പൊന്തിക്കും. ഇത്രയും നാൾ ജാസ്മിനാണ് പൊന്തിച്ചു പറഞ്ഞത്. അപ്പം ജാസ്മിനെ പൊന്തിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഏഷ്യാനെറ്റ് ഒരു തീരുമാനത്തിലെത്തി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിന് കപ്പ് കൊടുക്കാൻ പറ്റില്ല. ജാസ്മിന് കപ്പ് കൊടുത്താൽ ജാസ്മിൻ ഇത്രയും വൃത്തികേടുകൾ ചെയ്ത് പകുതി എപ്പിസോഡ് വരെ ജാസ്മിൻ ഒരു കളിയും കളിച്ചിട്ടില്ല. ആ വാഴത്തോപ്പിൽ നമ്മുടെ ഗബ്രീനി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം ജാസ്മിന് കപ്പ് കൊടുത്താൽ, അതുപോലെ തന്നെ വൃത്തികെട്ട ഭാഷകൾ ഒരു ഗെയിമിൽ ജയിക്കില്ല. പുറത്ത് ഒരുപാട് നെഗറ്റീവുള്ള ഒരു വ്യക്തിക്ക് കപ്പ് കൊടുത്താൽ ഏഷ്യാനെറ്റിൻ്റെ ഒരു ബിഗ് ബോസിൻ്റെയും ഒരു ക്വാളിറ്റി നഷ്ടപ്പെടും. ജനങ്ങളുടെ ഉള്ളിൽ അത് വലിയൊരു ചർച്ചയായി മാറും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഏഷ്യാനെറ്റിന് തല പൊന്തിച്ച് ജീവിക്കാൻ പറ്റില്ല. പോരാത്തതിന് അടുത്ത സീസണിൽ ഈ സാധനം വീണ്ടും കളിച്ച് കാശുണ്ടാക്കേണ്ടത്, അതും നടക്കില്ല. കുറേ ആൾക്കാരെ ഭക്ഷണമാണ്, കഞ്ഞീന്, അന്നാണ്, അത് മുട്ടും. അപ്പോൾ അതുകൊണ്ട് ഏഷ്യാനെറ്റ് ഒരു കാര്യം തീരുമാനിച്ചു, ഒരു കാരണവശാലും ഇനിയിപ്പോൾ ഈ ഒരു സീസണിൽ ജാസ്മിന് കപ്പ് കൊടുക്കാൻ കഴിയില്ല. ജാസ്മിന് കപ്പ് കൊടുത്താൽ ജനങ്ങൾ കാർപ്പിച്ച് തുപ്പും, ഏഷ്യാനെറ്റിനെ തീട്ടം വാരി എറിയും. അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ കപ്പ് കൊടുക്കണതിൽ നിന്നും ജാസ്മിനെ ഒഴിവാക്കി. ഇനി കപ്പ് ജിൻഡോൻ്റെ മുമ്പിൽ ജാസ്മിൻ ഒരു പ്രശ്നമേ അല്ല. പക്ഷേ ജിൻഡോയ്ക്കും കപ്പ് കൊടുക്കില്ല. അതവർ പറയുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ ബുദ്ധിയില്ലാത്തവനാണ്, മണ്ടനാണ്, ജിൻഡോ കറുത്തവനാണ്, ജിൻഡോ കരിഞ്ഞ മത്സ്യകന്യകയാണ്. ജിൻഡോയ്ക്ക് ഒരു കാരണവശാലും ഞങ്ങൾക്ക് കപ്പ് കൊടുക്കാൻ സാധിക്കില്ല. ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സും ഞങ്ങളുടെ ആൾക്കാരും ഏഷ്യാനെറ്റും എൻഡമോഷനും എല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുന്നത് 3ാമതൊരാളെ പൊക്കി കൊണ്ടുവരാം. ആ 3ാമതൊരാളാണ് അർജുൻ. അതിൻ്റെ പ്രതിഫലനമാണ് ഇന്നലെ മോഹൻലാൽ പറഞ്ഞതും ബിഗ് ബോസിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും അർജുൻ്റെ പേര് പൊന്തി വരിക.
ഒരാഴ്ചയായിട്ട് ബിഗ് ബോസിൽ ഒരു കളികൾ നടക്കുന്നില്ല, ഒരു ടാസ്ക് നടക്കുന്നില്ല. ഇങ്ങനെയുള്ള ഫൺ ടാസ്കുകൾ മാത്രം നടത്തുന്നത്. ആ ഫൺ ടാസ്കുകൾ നടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് ആർക്കും ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവല്ല. ഈ സമയത്ത് അർജുനെ പൊന്തിച്ച് കൊണ്ടുവരിക. അർജുനെ പൊന്തിച്ച് കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ 70% വോട്ടിംഗ് പാറ്റേണിലാണ് നമ്മുടെ ജിൻഡോപ്പം നിലനിൽക്കുന്നത്. വെറും 20% വോട്ട് മാത്രമുള്ള ജാസ്മിൻ്റെ വോട്ടൊക്കെ തകർന്ന് തരിപ്പണമായി. അപ്പോൾ 22% നമ്മുടെ അർജുനെ ജിൻഡോൻ്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കുക. ജിൻഡോനെ മനസ്സിൽ നിന്ന് എല്ലാവർക്കും മാറ്റി കളഞ്ഞ് ജിൻഡോൻ്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യിച്ച് ആ വോട്ടും കൂടി കുറേ ഏഷ്യാനെറ്റിൻ്റെ വോട്ടും അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ വോട്ടും ഇവർ ഫേക്കായി കയറ്റുന്ന വോട്ടുകളും അത് ഈ ബിഗ് ബോസ് വിചാരിച്ചാൽ ആരെ വേണമെങ്കിലും വിന്നറാക്കാം. അതിനു വേണ്ടിയുള്ള ഗൂഢതന്ത്രങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടക്കുക. നമ്മുടെ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുന്നവർ വോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. 70% വോട്ടുള്ള ജിൻഡോനെ മറികടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്നതിലും വലിയ കഷ്ടപ്പാടാണ്. അപ്പോൾ അതിവർ ചെയ്യും. ഈ തെണ്ടികൾ, ബിഗ് ബോസ് തെണ്ടി, ഈ ബിഗ് ബോസ് ചെറ്റ, ഈ ഏഷ്യാനെറ്റുള്ള നാറികളും കൂടിയിട്ട് ഈ ജിൻഡോനെ അടിച്ച് താഴ്ത്തി ജിൻഡോനെ ഒന്നും അല്ലാത്തവനാക്കി കപ്പ് കൊടുക്കാണ്ടിരിക്കാനാണ് അവരെല്ലാ ശ്രമങ്ങളും നടക്കുന്നത്. പ്രേക്ഷകരാണ് ഇനി ജിൻഡോയ്ക്ക് കൂട്ടുള്ളത്. അവരെ തീരുമാനം അതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമതൊരു വ്യക്തിനെ വളർത്തി കൊണ്ടുവരിക. അതാണ് ഇനി അവർക്ക് ഈ ബിഗ് ബോസിന് മുമ്പിലുള്ളത്. ഈ നമ്മുടെ ജിൻഡോ മണ്ടനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇൻ്റർനാഷണൽ പ്ലെയറാണ്. അയാൾ എന്തെല്ലാം ട്രോഫികൾ പോയിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മണ്ടന്മാർക്ക് സാധിക്കുന്ന കാര്യങ്ങളാണോ? ഇത്രയും ആദ്യം തൊട്ട് അവസാനം വരെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ഒരു വ്യക്തിനെ കാണാൻ പറ്റും നമുക്ക്. ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക എന്ന് പറഞ്ഞ് ഒരുപാട് കഷ്ടപ്പാടാണ്. അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് ജാസ്മിന് കുറേ നാക്കുണ്ട്, കുറേ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയും, കുറേ പ്രേമരോഗിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ബിഗ് ബോസിൻ്റെ പകുതി സമയം നമ്മൾ ഗബ്രിയുടെ കൂടി നമ്മൾ ജാസ്മിനെ കണ്ടിട്ടുള്ളൂ. അതൊരു ടാസ്ക് അല്ല, ഒരു കളിയല്ല, ഒരു മത്സരമല്ല, ഒരു മൈൻഡ് ഗെയിം അല്ല. അത് വെറും കാമലീലകൾ, കാമക്കടുവയായിട്ടുള്ള കാമലീലകൾ മാത്രം നമുക്ക് അതിന് കണക്കാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരാൾക്ക് കപ്പ് കൊടുക്കാൻ പറ്റുമോ? ജിൻ്റെ അതല്ല. ഈ ജാസ്മിനും ഗബ്രിയും കൂടി ഒരുമിച്ച് ആക്രമിച്ചിട്ട്, ശക്തമായി ആക്രമിച്ചിട്ട് അതിന് തരണം ചെയ്ത് പിടിച്ചു നിന്നതാ. എന്നിട്ടാണല്ലോ ഗബ്രിയായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇത്രയും പ്രശ്നമാക്കാണല്ലോ രണ്ടുപേരും പുറത്താക്കാന്ന് പറഞ്ഞ് പുറത്ത് പോയിട്ട് വളരെയധികം വീണ്ടും ഇവരതിനുള്ളിലേക്ക് ആക്കണത്. അപ്പോൾ ജിൻഡോൻ്റെ ഒരു സന്തോഷം കാണണം. അന്ന് ജിൻഡോ സന്തോഷിച്ച് ഇതിനുള്ളിൽ വന്നിട്ട് ഇന്നവരെ ആൾ ഒരു വൃത്തികേടും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഈ സംസാരിച്ചുകൊണ്ട് തന്നെ ഓരോ ടാസ്കിലും ജയിച്ചുകൊണ്ട് തന്നെ പല ടാസ്കിലും ജാസ്മിനെ കൂട്ടുകിട്ടിയിട്ട് ജയിക്കാൻ പറ്റാണ്ട് പോയിട്ടുണ്ട്. കണ്ണടയില്ലാണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് പോലും കണ്ണട തിരിച്ചു കൊടുത്തിട്ടില്ല. അവസാനം കതിരുമ വെള്ളം വയ്ക്കുന്ന പറഞ്ഞ പോലെ അവസാന നിമിഷത്തിൽ ഒരു കണ്ണട വെച്ച് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടാ. എന്നിട്ട് പോലും ജനങ്ങളുടെ ഇടയിൽ ഈ നമ്മുടെ ജിൻഡോൻ്റെ ജനപ്രീതി അടിച്ചു താത്താനായിട്ട് ഏഷ്യാനെറ്റിന് പറ്റിയില്ല. മോഹൻലാൽ വന്നിട്ട് ഒരുപാട് കളിയാക്കി. മോഹൻലാൽ വന്നിട്ട് ഒരുപാട് കുത്തുവാക്കുകൾ പറഞ്ഞു. മോഹൻലാലിന് ഈ ബിഗ് ബോസ് ഒരു സ്വല്പം ഒരു ഈർക്കിലി കയറ്റാനുള്ള സ്ഥലം കിട്ടിയ മൂപ്പര് മോഹൻലാലിൽ ഒലക്ക കയറ്റിയിട്ട് മൂപ്പരെ കഷ്ടപ്പെടുത്തും. ഇപ്പം ഇന്നലെ തന്നെ ഓഡിഷന് ഇവിടെ ആൾക്കാരൊക്കെ വന്നില്ലേ, നിങ്ങളൊക്കെ കണ്ടില്ലേ എന്ന് ചോദിച്ചോടി ജിൻഡോ എന്തോ പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ ആളാരാന്ന് മനസ്സിലായില്ല അല്ലേ? വന്ന ആൾക്കാർ ജിൻഡോയ്ക്ക് മനസ്സിലായില്ലേ? ജിൻഡോ എന്താ വിചാരിച്ചേ? ജിൻഡോ ഉറങ്ങുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ കളിയാക്കലാണത്. എന്നിട്ട് മുടിയനോട് പറയും, ആ പറഞ്ഞത് തന്നെയല്ലേ മൂപ്പര് പറയണത് എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഓഡിഷൻ നടത്തിയത് തന്നെ തട്ടിപ്പല്ലേ? 2 മന്ദബുദ്ധികളാണ് വന്നിരിക്കുന്നത്. ഒന്ന് ആന്റണി പെരുമ്പാവൂരും ഒന്ന് ജിത്തും. ഈ മോഹൻലാലിൻ്റെ നിർബന്ധ പ്രകാരമാണ് വന്നിരിക്കുന്നത്. അവറ്റങ്ങളെ കണ്ടാൽ അത്ര മോന്ത കണ്ടാൽ അറിയാം. അവറ്റങ്ങൾ നിരപരാധികളാണ്. ഈ ബിഗ് ബോസ് ഷോയ്ക്ക് ഇതുപോലെ മോശം അഭിപ്രായങ്ങളും വേശ്യാതെരുവാണ്, വേശ്യകളുടെ ഒരു ഷോ ആണത്. അവിടെ എല്ലാവരും ബെഡ്റൂമിൽ കയറ്റിയിട്ട് പരിപാടി ചെയ്തിട്ടാണ് ഈ ഷോയിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലാണ്ടാണ് നടക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വളരെ ആരോപണങ്ങൾ വന്നു. അതുപോലെ തന്നെ ഈ മത്സരാർത്ഥികളെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പീഡിപ്പിക്കുന്നുണ്ട്, ഈ മയക്കുമരുന്ന് കൊടുക്കുന്നുണ്ട്, ഗുളികൾ കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഉറക്കി കിടത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള ആരോപണങ്ങളും ഈ നമ്മൾ പറഞ്ഞില്ലേ, പൈസ, മണ്ണ്, പെണ്ണ്, ഇതിനൊക്കെ ഇനി തല്ലൂട്ടം ബഹളങ്ങളൊക്കെ ഉണ്ടാവണം. അതൊക്കെ ഇനി അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് മാറി മാറി സ്ത്രീകളായിട്ട് ബന്ധപ്പെടണം. അതിനെല്ലാ സീസണിലും വരുന്ന സ്ത്രീകളായിട്ട് ബന്ധപ്പെടാനായിട്ടുള്ള സാഹചര്യം അവരുണ്ടാക്കണം. ഞാൻ നേരത്തെ കിടിലം ഫിറോസ് പറഞ്ഞ പോലെ
അപ്പം അതുപോലെയുള്ള ഒരു ഷോയ്ക്ക് അടുത്ത പ്രാവശ്യം ജനങ്ങളെ കിട്ടണം. ജനങ്ങളെ കിട്ടിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോ പൊളിഞ്ഞു പോകും. അപ്പം ജനങ്ങളെ കിട്ടാൻ വേണ്ടിയുള്ള ഒരു തട്ടിപ്പായിട്ടാണ് ഈ ഓഡീഷനെ കണ്ടാൽ മതി. അല്ലാണ്ട് അവർ രണ്ടുപേർക്ക് ഇഷ്ടമായിട്ട് വന്നിരുന്നിട്ട് ഇവിടെ ഇവരെ മത്സരങ്ങളോ അല്ലെങ്കിൽ ഇവർ ഓഡീഷനിൽ ഇവർ കാണിക്കുന്ന നാടകങ്ങളും കാണാൻ വന്നിരുന്നിട്ടുള്ള സന്തോഷമൊന്നും നമ്മൾ ആ മുഖത്ത് കണ്ടില്ല. ഇത് മോഹൻലാൽ നിർബന്ധിച്ച് കൊണ്ടിരുത്തണതാണ്. ഇപ്പം ഇതിനൊരു പര്യവസാനം എന്തായാലും ഉണ്ടാവും. ഒരാൾ എടുക്കുന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. അത് ബിഗ് ബോസിന്റെ ഷോയിൽ വെച്ച് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളെ സിനിമയിലേക്ക് എടുത്തിരിക്കും. അത് ഉറപ്പാണ്. അത് മോഹൻലാലിനെ സിനിമയിലേക്ക് തന്നെ എടുത്തിരിക്കും. അതിപ്പോൾ മോഹൻലാലിന് അതിൻ്റെ ഉള്ളിൽ മോഹൻലാലിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഏറ്റവും അധികം കുഴഞ്ഞാട്ടം നടത്തുന്നത് ആ ഒരു വൃത്തികെട്ട പെണ്ണുങ്ങൾ കാണിക്കുന്ന പോലെയുള്ള ആക്ഷൻസുകളും ജ്യേഷ്ഠകളും. അതുപോലെ തന്നെ മോഹൻലാൽ എന്നെ അങ്ങോട്ട് എടുത്തോ, സുരേഷ് ഗോപി പറഞ്ഞ പോലെ തൃശ്ശൂർ ഞാനിങ്ങോട്ട് എടുക്കും എന്ന് പറഞ്ഞ പോലെ ഈ തൃശ്ശൂർ എടുക്കുന്ന പോലെ മോഹൻലാൽ ജാസ്മിനെ ഇങ്ങോട്ട് എടുക്കും. നിങ്ങൾ എണ്ണി വെച്ചോ, എഴുതി വെച്ചോ, കരിങ്കല്ലിൽ കൊത്തി വെച്ചോ. ജാസ്മിൻ അടുത്ത സിനിമയിലേക്ക് മോഹൻലാൽ അങ്ങോട്ട് എടുക്കും. പെർഫോമൻസ് കണ്ടിട്ടല്ല. അപ്പോൾ ബിഗ് ബോസിൻ്റെ ജനപ്രീതി ഒരു കാരണവശാലും കുറയരുത്. കാരണം ഈ ബിഗ് ബോസിൽ വന്നാൽ ആ വന്ന ആൾക്കാർക്ക് സിനിമയിൽ ചാൻസ് കിട്ടും. അപ്പോൾ ബിഗ് ബോസ് കാണാൻ ആൾക്കാരുണ്ടാവും. മത്സരാർത്ഥികളായിട്ട് ചെല്ലാനായിട്ട് ഇടിയുടെ പൂരായിരിക്കും. 100,000 മത്സരാർത്ഥികൾ ചിലപ്പോൾ അടുത്ത സീസണിൽ ബിഗ് ബോസിലേക്ക് വരാനായിട്ട് ഇടികൂടും. കാരണം എന്താ, സിനിമയിലും കൂടി ചാൻസ് കിട്ടണം. ഇനി അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 1,00,000 ആൾക്കാർക്ക് കിട്ടിയില്ല, 10 ആൾക്കാർ കിട്ടുള്ളൂ. പക്ഷേ ഈ 1,00,000 ആൾക്കാരും ബിഗ് ബോസിന്റെ പ്രേക്ഷകരായിട്ട് മാറി. അതാണ് അവരുടെ ബിസിനസ് തന്ത്രം, അതാണ് അവരുടെ മാർക്കറ്റിംഗ്. അതിന് വേണ്ടിയിട്ടാണ് ഈ മോഹൻലാൽ വന്ന് ഇത്രയും ആ ജിത്തു ജോസഫിനെയും ഈ പെരുമാറിനെയും കൊണ്ടു പൊട്ടന്മാരാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലിരുത്തി നമ്മളെ കാണിച്ചത്. ഇനിയിപ്പോൾ പേരിന് ജാസ്മിനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു ചെറിയ സീൻ കൊടുത്താൽ മതിയല്ലോ, നായിക്കൊന്നാക്കില്ല. അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും, സിനിമയിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ആ കാര്യം ഉറപ്പാണ്. അല്ലാണ്ട് ജാസ്മിനെ അഭിനയിക്കാൻ അറിയില്ല എന്ന് ഇന്നലെ തന്നെ കണ്ടല്ലോ. ജിൻഡു ആയിട്ട് ഒരു പ്രേമ സീൻ അഭിനയിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൾ കുഴഞ്ഞാട്ടം നടത്തണം. അവൾക്ക് അഭിനയിക്കാൻ അറിയില്ല. അവൾക്ക് ഈ വായിട്ടടിക്കാനും വായാടിയായിട്ട് നടക്കാനും അവൾക്ക് അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജിൻഡ നന്നായി അഭിനയിക്കും. ജിൻഡ നന്നായി നല്ല പെർഫോമൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു കാര്യത്തിലും ബിഗ് ബോസിന് ജിൻഡോനെ തഴഞ്ഞു കളഞ്ഞിട്ട് ഒരു പെട്ടെന്ന് ഒരാളെ കയറ്റി കൊണ്ടേണ്ടത് അവരാവശ്യമായിട്ട് വന്നിരിക്കുന്നത്. ആ ബിഗ് ബോസ് ടീമിൻ്റെ ഒരു തീരുമാനമാണത്. ആ തീരുമാനം നടപ്പാക്കുക എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തീരുമാനം അവർ നടപ്പാക്കും. അവർ വിചാരിച്ച ആൾക്കാർക്ക് കപ്പ് കൊടുക്കും. അർജുന് കപ്പ് ഉദ്ദേശിച്ച കപ്പ് കൊടുക്കും. ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ ഇന്നലെ അവസാനമായിട്ട് കണ്ടത് എന്താ വെച്ചാൽ ഒരു പ്രമോ കൊണ്ട് ഒരു അളമാരിയിൽ ഏതോ ഒരു കോതറാനും കൊണ്ട് വരുന്നുണ്ട്. അളമാരി തുറന്നു നോക്കാനായിട്ട് എല്ലാവരും കിടന്ന് പാടുപെടുന്നുണ്ട്. എല്ലാവരും ജാസ്മിൻ വിചാരിക്കുന്നത് ഗബ്രിയാണെന്ന്, മറ്റുള്ളവർ വിചാരിക്കുന്നത് വേറെ ആൾക്കാരും. എന്തായാലും ഇവിടുന്ന് പുറത്തു പോയുള്ള ആൾക്കാർ മത്സരാർത്ഥികൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുക എന്നുള്ളത് മനസ്സിലായി. അളമാരി തുറന്നു നോക്കിയപ്പോൾ നമ്മളായി കാണുന്നത് വേറൊരു കോതറേനെയാണ്, ജാൻമണീനെ. അപ്പോൾ ആ ജാൻമണിനെ കണ്ടിന്യൂ ഓരോ ദിവസവും ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഷോ ഈ ആഴ്ച മുഴുവൻ മത്സരാർത്ഥികളെ കയറ്റി, അതുപോലെ തന്നെ ആ മത്സരാർത്ഥികളെ കയറ്റി അവസാനം ഈ ഞായറാഴ്ച ഇതിൻ്റെ പര്യവസാനം നടക്കണം. എന്തായാലും നമുക്ക് ഞായറാഴ്ച വരെ നമുക്ക് നമ്മുടെ ഈ മത്സരാർത്ഥിനെ വേണ്ടിയുള്ള തെരച്ചിൽ നടക്കാം. എനിക്കൊന്നേ പറയാനുള്ളൂ, ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുന്നവർ ചെയ്തുകൊണ്ടിരിക്കുക. ബിഗ് ബോസ് വോട്ടുകൾ ഒരുപാട് തിരിമറി ചെയ്യും. ഒരുപാട് തിരിമറി ചെയ്യാനുള്ള എല്ലാ പഴുതുകളുണ്ട്. ഇപ്പോൾ അവരുടെ തീരുമാനം നമ്മുടെ അർജുന് കപ്പ് കൊടുക്കാനാണ്. അർജുന് കപ്പ് കൊടുത്താലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഈ അർജുൻ്റെ ക്രാഫ്റ്റ് നമ്മൾ പ്രേക്ഷകരൊന്ന് പരിശോധിക്കുക. ഒരു സമയത്ത് പോലും അർജുൻ കയറി കളിച്ചിട്ടില്ല. അർജുൻ അവിടെ സംസാരിച്ചിട്ടില്ല. അർജുൻ ശ്രീകുവിൻ്റെ ഈറ്റം മണപ്പിച്ച് ഏതെങ്കിലും മൂലയിൽ ചെന്നിരിക്കുന്നു. അവൻ ആകെ അഭിനയിച്ച് കാണിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ സിജ പോയപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ, എന്നെ രക്ഷിക്ക്, ഞാനിപ്പോൾ പോയി ആത്മഹത്യ ചെയ്യേ. സിജ ഗോഡൗണിൻ്റെ ഉള്ളിലേക്ക് പുറത്തേക്ക് പോകണ നേരത്തെ പറയാം, നിങ്ങളെല്ലാവരും അർജുൻ്റെ പോയി ശ്രദ്ധിക്കുക, അവൻ വല്ല കടുക്കുകയും ചെയ്യും, ഞാൻ പോണ കൊണ്ട് അവൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ പോയി രക്ഷിക്കുക. ഇത് കേട്ടപ്പോൾ ശ്രീകു വാലുമ തീ പിടിച്ച പോലെ ഓട്ടണ്. അപ്പോൾ അർജുൻ ഓട്ട് ചെന്നിട്ട് ബൈക്കൊക്കെ എടുത്ത് തോരിക്കറിഞ്ഞിട്ട് ബാത്റൂമിൽ കയറണം. എന്നാൽ ബാത്റൂമിൽ വല്ല പാറ്റഗുളിയും വെച്ചിട്ടുണ്ടാ, അല്ലെങ്കിൽ വല്ല എൻട്രീജം വെച്ചിട്ടുണ്ടാ അത് മരിക്കാനുള്ളത്, അത് വന്ന് കയറണം. അപ്പോഴേക്കും ഒരു ആണ് ബാത്റൂമിൽ കയറി എൻ്റെ പിന്നിൽ വന്നിട്ട് തള്ളിയ മുട്ട, മോനെ വാലോർക്കണ, നീ ഡോക്കിയാണ്ടിരുന്ന് തൂറായിരിക്കണ, എനിക്ക് കാണാനാണ് എന്ന് പറഞ്ഞിട്ട് പോലെ പുളിവിടെ നിന്ന് തുടർന്നാണ് വലിയവൾക്കൊക്കെ.
കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ തുറന്നാക്കുന്നു കടന്നു. എന്നിട്ട് നോറ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു കുമ്പിട്ട് ഇരിപ്പ. എന്താ കരച്ചിൽ എൻ്റെ പൊന്നെ. ഇന്നലെ അർജുൻ ആത്മഹത്യ ചെയ്യാവോ അതിൻ്റെ ഉള്ളിലെന്ന് വിചാരിച്ചു. 2 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ ഈ തെണ്ടിങ്ങോട് വരും നമ്മുടെ ഫിനാലേക്ക്. അതിനാണ് ഈ അവസാന നിമിഷത്തിൽ പുറത്ത് പോകുമ്പോൾ ഇവൻ്റെ ഒരു പെർഫോമൻസ് കണ്ടില്ലേ ബിഗ് ബോസ് പറഞ്ഞിട്ടത്. മോനെ നീ കരയടാ, പെണ്ണുങ്ങൾ കരയനേക്കാളും നന്നായി നീ കരയടാ മോനെ, എന്നാലണ്ട നിന്നെ ഞങ്ങൾക്ക് ഈ കമന്റിൽ കൂടിയും വോട്ടിൽ കൂടിയൊക്കെ പൊന്തിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമുക്ക് കരിഞ്ഞ മത്സ്യകന്യക്ക് കപ്പ് കൊടുക്കാൻ പാടില്ല. ആ ജിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ആ മനുഷ്യൻ 70% വോട്ടിംഗ് പാറ്റേണിലാണ് നിൽക്കുന്നത്. അവനെ നമ്മൾ 20% ആക്കി നിന്നെ 70% ആക്കണം. അതിന് നീ അതിൻ്റെ ഉള്ളിൽ കരയടാ, നീ കരയടാ. അല്ലാണ്ട് ജിൻ്റെ പോയുടെ സന്തോഷത്തിന് നീ നിന്റെ സന്തോഷം ഉള്ളിൽ വെച്ചിട്ട് നീ അഭിനയിക്കടാ. നിനക്ക് ഓസ്കാർ അവാർഡ് തരാടാ, നിനക്ക് 50 ലക്ഷം രൂപ തരണം മോനെ ഞങ്ങള്. ഇനി ഞങ്ങൾക്ക് ഒരു കാരണവശാലും ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കാൻ ഇഷ്ടമില്ലടാ. നീ കരയടാ മോനെ, കരയടാ. ഈ തെണ്ടീനെ കരയിച്ച് ഇപ്പൊ എന്തായാലും വലിയ ഹൈപ്പല്ല മോഹൻലാൽ കൊടുത്തു. നോറ അഭിനയിച്ച പോലെ, നോറൻ ഇതുപോലെ അഭിനയിച്ച നോറനെ ഞെട്ടിക്കൊണ്ടിരിക്കുന്നു. ആ സീക്വൻസ് സീൻ നോറ പറയണതും എല്ലാം വീണ്ടും 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 ജനങ്ങളുടെ ഇടയിലേക്ക് കാണിക്കുക. അപ്പോൾ മൂന്നാം ശക്തിനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏഷ്യാനെറ്റും മോഹൻലാലും ബിഗ് ബോസ് ഒക്കെ നടത്തുന്ന നാടകത്തിൻ്റെ പര്യവസാനമാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. നിങ്ങൾ ആരും അതിൽ വിടരുത്. നമ്മുടെ ജിൻഡോനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുക. അതൊരു പാവം മനുഷ്യനാണ്. ഒരു അഹങ്കാരമില്ലാത്ത, ഒരു അസൂയില്ലാത്ത, കുശുമ്പില്ലാത്ത, ആദ്യം മുതൽ 91ാമത്തെ എപ്പിസോഡ് വരെ ഒറ്റയ്ക്ക് അവിടെ നിന്ന് പീഡനം അനുഭവിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നവർ വോട്ട് ചെയ്തുകൊണ്ടേ ഈ ആഴ്ചയിൽ ഇരിക്കുക. നമ്മൾ ഈ ആഴ്ചയിലത്തെ വോട്ടാണ് ഏറ്റവും അധികം മൂല്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഓരോ വോട്ടിന് 1 ലക്ഷം രൂപ വരെ വിലയുള്ള വോട്ടുകളാണ് ഇപ്രാവശ്യം ചെല്ലണത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വ്ളോഗ് ഇവിടെ നിർത്താം. നാളെ നമുക്ക് ഈ ബിഗ് ബോസിൻ്റെ പുതിയ നാറിത്തരങ്ങളും ചെറ്റത്തരങ്ങളായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ എൻ്റെ എല്ലാ ഗേറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈക്ക് മറക്കല്ലേ, കമൻറ്റ് മറക്കല്ലേ. ഓക്കെ, നമുക്ക് നാളെ കാണാം. ബൈ.